ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി B6 മോഡൽ വണ്ടിയാണ്. അത് നമുക്ക് വർക്കിന് കയറിയിട്ടുണ്ട്. ഒന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒന്ന് ഫോർക്ക് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ എഞ്ചിൻ ഓയിൽ, ബാറ്ററി ചെക്കപ്പ്, ഫ്രണ്ട് ചെക്കപ്പ് കാര്യങ്ങൾ, ഫ്രണ്ട് ടൈറ്റ് ഉണ്ടെന്ന് അങ്ങനെ അതൊക്കെ കുറച്ച് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ നിലവിൽ വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിൽ ഭാഗം നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോഴേലും വേറെ അങ്ങനെ ഹാൻഡിലിന് വെട്ടലോ കാര്യങ്ങളോ അങ്ങനെ ഉള്ളതായിട്ടൊന്നും ഒരു കംപ്ലയിൻറ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ളതായിട്ടൊന്നും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. എങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓടിച്ച് നോക്കാം. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ട, അതിൻ്റെ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ചെയ്യുമ്പോൾ 2 ഫോർക്കിൻ്റെയും കൂടി ഓയിലും വിത്ത് ഓയിൽ സീലാണ് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ നല്ല ലീക്ക് ഉണ്ടായ ആ ഫോർക്ക് പൈപ്പാണ്, അതിൻ്റെ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ക്വാളിറ്റിയിൽ വന്ന ഒരു വേരിയേഷനാണ് ആ ഓയിൽ ലീക്ക് ഉണ്ടാവാനായിട്ടൊരു കാരണം. നമുക്ക് ആ റെഡ് മാർക്ക് ചെയ്തേക്കുന്ന ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ചെറിയൊരു ഡോട്ട് പോലെ നിൽക്കണേ, ഒരു ബ്ലാക്ക് ഡോട്ടാണ് അതിനകത്ത് കാണാം. ശരിക്കും പറഞ്ഞാൽ അത് ഓയിൽ സീല്, അതായത് ശരിക്കും നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് നല്ല പവറിലാണ് അതിൻ്റെ ഉള്ളിൽ ഓയിൽ വർക്ക് ചെയ്യുക. അപ്പം മൈന്യൂട്ടായിട്ട് ചെറിയ ഒരു ഗ്യാപ്പ് വന്നാൽ പോലും, മൈന്യൂട്ടായിട്ടുള്ളൊരു ഗ്യാപ്പ് വന്നാൽ കൂടി അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ പുറത്തേക്ക് വരും. അതാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലോ, ശരിക്കും ഓയിൽ സീല് മാത്രം മാറ്റിയത് കൊണ്ട് എനിക്ക് തോന്നുന്നു അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആവാനായിട്ട് സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കുന്ന സമയത്തായാലും നമുക്ക് കറക്റ്റ് അതുമ്പോൾ ടച്ച് ആവണുണ്ട്, കൈമ നമുക്ക് അറിയാൻ പറ്റണുണ്ട് ആ ഇതിൻ്റെത്. കാരണം വെച്ചാൽ അത് അത്രയ്ക്ക് സ്മൂത്തായിട്ട് ഇരിക്കേണ്ട ഭാഗമാണത്. അപ്പോൾ നിലവിൽ ഫോർക്ക് പൈപ്പും ആ ഓയിൽ സീലുകളും മാറ്റിയിട്ട് വേണം ഓയിൽ നമുക്ക് പുതിയത് ഫില്ല് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമുക്കൊരു ഭാഗ്യപരീക്ഷണമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റബ്ബ് ചെയ്തിട്ട് വേണമെങ്കിൽ റീസെറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ ലീക്ക് പിന്നീട് വന്നാൽ നമുക്ക് വീണ്ടും നമ്മൾ അത്ര പൈസ മുടക്കണം. അതുകൂടാതെ കൊണ്ട് പിന്നെ അഴിച്ച് പൈപ്പ് മാറ്റാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് പൈപ്പിൻ്റെ മറ്റേ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വിളിച്ച് പറയാം. നോക്കിയിട്ടപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മാറ്റിയിടുന്നതാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതേപോലെ ബാറ്ററിയുടെ ഭാഗവും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്കത് ഇരിക്കുന്നത് പവർ സോൺ എന്ന് പറഞ്ഞൊരു ബാറ്ററിയാണ് അതും ഇരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കാഴ്ചയിൽ വലിയ പഴക്കം തോന്നുന്നില്ല. എന്നാലും നമ്മൾ ബാറ്ററി ഒന്ന് ചെക്കിങ് ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. വോൾട്ട് ചെക്കിങ്ങും അതേപോലെ ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതൽ നടത്തിവിടുന്നുണ്ട്. വോൾട്ട് ചെക്കുമ്പോൾ 12.13 ആ റേഞ്ചിലാണ് കാണിക്കണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 12.5 വോൾട്ട് നമുക്ക് ശരിക്കും വേണം. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ബാറ്ററി പുതിയ ബാറ്ററി എന്തെങ്കിലും ആണ്, നമുക്ക് ആവറേജ് നമുക്ക് തന്നെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാറണ്ടിയിലേക്ക് വിടുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മോട്ടോർ ബാറ്ററി ആയാലും ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 2 വർഷം റീപ്ലേസ്മെൻറ്റ്, 24 മാസമൊക്കെ സാധാരണ റീപ്ലേസ്മെൻറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ എഞ്ചിൻ ഓയിൽ കേസ് പറഞ്ഞിട്ടുണ്ടാകും നോക്കാം. പിന്നെ മറ്റേ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ വെട്ടൽ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അതേപോലെ ബാക്ക് ബ്രേക്കൊക്കെ ഒരല്പം കുറവുണ്ട്, അത് കൂട്ടത്തിൽ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആ ഫോർക്ക് പൈപ്പും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം, അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. ഞാനത് ഐറ്റം വെച്ചേക്കാം, എന്നിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും വാട്സപ്പ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടും. ഓക്കെ.